നമ്മുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെട്ട് വരുന്നു എന്ന് പറഞ്ഞാൽ മെച്ചപ്പെട്ട അങ്ങേയറ്റം എത്തിയെന്നല്ല, കഴിഞ്ഞ 3 വർഷമായിട്ട് ഉണ്ടായിരുന്നതിനേക്കാളും കുറച്ചുകൂടി മെച്ചപ്പെട്ട അവസ്ഥയിലേക്ക് വരുന്നു. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ടാക്സ് കഴിഞ്ഞ എല്ലാ വർഷങ്ങളിലും ടാക്സിൻ്റെ നമ്മുടെ തനത് നികുതി വരുമാനത്തിൻ്റെ എല്ലാ തരത്തിലും നികുതിയേതര വരുമാനം വർദ്ധിച്ചിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ 2-3 വർഷമായിട്ട് എല്ലാ വർഷവും വലിയ കട്ടിങ്ങും വന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 50,000 കോടിയിലധികം രൂപയാണ് നമുക്ക് തൊട്ടു മുമ്പത്തെ ഒന്നാം പിണറായി സർക്കാരിൻ്റെ സമയത്ത് കിട്ടിക്കൊണ്ടിരുന്നതിനേക്കാളും കുറയ്ക്കുന്നത്. അത് പല ന്യായം പറഞ്ഞിട്ടാണ്, ഞാനതൊന്നും വിശദീകരിക്കുന്നില്ല. അതിപ്പോൾ ഏറ്റവും ഒടുവിൽ കേന്ദ്ര ബഡ്ജറ്റ് വന്നപ്പോൾ നമ്മുടെ സംസ്ഥാനത്തിന് നേരെ എടുത്ത സമീപനവും മറ്റു സംസ്ഥാനങ്ങളും എടുത്ത സാന്നിധ്യവും ഒക്കെ നമുക്കറിയാം. അതേപോലെ തന്നെ ഒരു അവസ്ഥയുണ്ടായിരുന്നു. ആ അവസ്ഥയ്ക്കകത്ത് കഴിഞ്ഞ വർഷം വരെ പല വെട്ടിക്കുറവ് വന്നു. ഇനിയിപ്പോൾ ഈ വർഷം നേരത്തെ കിട്ടിക്കൊണ്ടിരിക്കുന്ന വെട്ടിക്കുറവൊന്നും പുതുതായിട്ട് വരാനില്ല, എല്ലാം പോയി കഴിഞ്ഞു. പക്ഷേ ഒന്നിടപെട്ട് ചോദിച്ചോട്ടെ മിനിസ്റ്റർ, കഴിഞ്ഞ ബജറ്റിൽ ഗവർണറുടെ അസന്റ് വരുന്നതിന് മുൻപ് തന്നെ പ്ലാൻ കട്ട് ചെയ്ത് 50% ആക്കി എന്നൊരു വിമർശനമുണ്ട്. അങ്ങനെ പ്ലാൻ കട്ട് ചെയ്തിട്ടില്ലല്ലോ, പ്ലാൻ കട്ട് ചെയ്തിട്ടില്ല. പ്ലാനിനകത്ത് ചില പ്രയോറിറ്റൈസേഷൻ ഒക്കെ നടത്തിയിട്ടുണ്ട്, ഇല്ല എന്നല്ല. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പണം വരുന്നതിനകത്ത് നമ്മുടെ ക്ഷേമ പെൻഷൻ കൊടുത്തു തീർക്കുക എന്നുള്ളൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. വലിയ 5 മാസത്തെ കുടിശ്ശിക ഉണ്ടായിരുന്നു. അപ്പോൾ അത്തരം ചില കാര്യങ്ങളിൽ അന്ന് തന്നെ പറഞ്ഞു. അല്ലാതെ എന്തെങ്കിലും ലീഗലായിട്ടുള്ള ഒരു തെറ്റോ അല്ലെങ്കിൽ ലീഗലായിട്ട് നമുക്ക് പറ്റാത്ത തരത്തിൽ അല്ലെങ്കിൽ ഒരു ഫാക്ച്വലി പ്ലാൻ കട്ട് ചെയ്യുന്നുള്ള തീരുമാനം വന്നിട്ടില്ല.